കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്റെ പൊസിഷൻ ഇപ്പൊ എന്താ? ഞാനിപ്പോ കല്യാണം ഉറപ്പിച്ച അവസ്ഥയിലാണോ അതോ കല്യാണം മുടങ്ങിയ അവസ്ഥയിലാണോ? ആരെങ്കിലും ഈ കൺഫ്യൂഷൻ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് താ. അങ്ങളെ കൈയൊന്ന് കാണിച്ചേ. കാണിക്കങ്ങളെ. ഇതങ്ങളുടെ എൻഗേജ്മെന്റ് റിംഗ് അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എൻഗേജ്ഡാ. ഇവള് പറഞ്ഞ തന്നെ കാര്യം. നിന്റെ കയ്യിൽ ഈ മോതിരം കിടക്കുന്നിടത്തോളം കാലം നിന്റെ എൻഗേജ്മെന്റ് വാലിഡ് ആണെന്ന് തന്നെ അർത്ഥം. എന്നാ പിന്നെ ശരി, ഞാന് ഇന്നിപ്പം 100 കാര്യങ്ങളുണ്ട് ആകാശേ. നേരെ പോയി അവളെ കാണണം. ഇനിയിപ്പൊ അവനെ കാണണം. എന്തൊക്കെ കാര്യങ്ങളാ ഇനി ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. മൊത്തം ടെൻഷനാക്കി കളഞ്ഞു. നീ ആള് കൊള്ളാലോടി കാന്താരി. പക്ഷെ അമ്മയുടെ കൂടെ ഇരുന്നുള്ള സീരിയൽ കാണലുണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തിക്കോണം. മതിട്ടാ, ഹോംവർക്ക് ചെയ്യണ്ടേ? മതി 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 മതി. ഇല്ല ഇല്ല തരില്ല. മതി 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 മതി. അമ്മേ അമ്മേ അമ്മേ, എനിക്ക് അമ്മേനോട് കാര്യം പറയാനുണ്ട്. എന്ത് പറയാനുണ്ടെങ്കിലേ ഇപ്പൊ പറ്റില്ല, പിന്നെ ആവട്ടെ. ഞാനൊരു കാര്യം ചെയ്തോണ്ടിരിക്കണേ, നീ കണ്ടില്ലേ? പ്രണയം തിരിച്ചറിയാനുള്ള 11 വഴികൾ. ആഹാ, ഇതാണോ ഇത്ര അത്യാവശ്യപ്പെട്ട കാര്യം? ഒന്ന് പൊടി. ഞാൻ ഒരാളുടെ ഫോൺ നമ്പർ തപ്പുവോ. ആരുടെ? ഈ വിവാഹമൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങള് കൗൺസിലിംഗ് ചെയ്യണ ഒരാള്. അച്ഛൻ ഫ്രീ ആണോ? എന്താ വേണ്ടേ? അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. അച്ഛൻ ഇവിടെ ഇരുന്നേ. നീ ഇന്ന് നല്ല ഉഷാറിലാണല്ലോ. ഫാഷൻ ഷോയിൽ വല്ല എൻട്രി കിട്ടിയോ? ഏയ്, അതൊന്നുമല്ല. എന്റെ സന്തോഷത്തിന്റെ കാര്യം വേറെയാ. ചേച്ചിയുടെയും ഗിരിധർ നമ്പ്യാരുടെയും കല്യാണം മുടങ്ങിയല്ലോ. എന്താ എന്താ നീ ഇപ്പൊ പറഞ്ഞത്? അച്ഛൻ എന്നെ തെറ്റിദ്ധരിക്കണ്ട. ചേച്ചിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഇങ്ങനൊരാളുമായി ഒരു അഡ്ജസ്റ്റ്മെന്റ് കല്യാണത്തിന് നിന്നു കൊടുക്കേണ്ടി വന്നില്ലല്ലോ. അത് നന്നായെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഹലോ, ഉഷ മാം അല്ലേ? എന്റെ പേര് ഇന്ദിരചന്ദ്രൻ. എക്സ്മിസ് ട്രിവാൻഡ്രമായിരുന്നു. ഒരു സംശയം തീർക്കാനാ ഞാനിപ്പോ വിളിച്ചത്. വിഷയം എന്താന്ന് വെച്ചാ, ഒരു പയ്യന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞെങ്കിലും അത് മുടങ്ങിപ്പോയി. പക്ഷേ എന്നിട്ടും അവൻ ആ പെൺകുട്ടിയിട്ട മോതിരം ആ പെൺകുട്ടിക്ക് തിരികെ കൊടുക്കുന്നില്ല. അതിന്റെ അർത്ഥം എന്തായിരിക്കും മാമിന് പറയാൻ പറ്റുമോ? കണ്ടില്ലേ, ഇതേ അമ്മയാണ് എന്റെ മുഖത്തൊരു മുഖക്കുരു വന്ന ഈ വീടെടുത്ത് മറച്ചു വെച്ചിരുന്നത്. ഇപ്പോഴോ എന്റെ ഒരു കാര്യങ്ങളിലും അമ്മയ്ക്ക് താല്പര്യമില്ല. അമ്മയ്ക്ക് മാത്രമല്ല, ഈ വീട്ടിലെ എല്ലാരും ഇപ്പൊ എന്നോട് അങ്ങനെയാ. എന്റെ മുന്നിൽ വന്ന സൗഭാഗ്യങ്ങളൊക്കെ കണ്ണടച്ചു തുറക്കും മുന്നേ വീണത് ചേച്ചിയുടെ കാൽക്കല. ബട്ട് ഇറ്റ്സ് ഓക്കേ. എന്നെ വേദനിപ്പിക്കുന്ന ഒന്നും അല്ല അച്ഛാ. ഒരു വലിയ വീട്ടിലെ കുട്ടി ഈ വീട്ടിലേക്ക് മരുമകളായി വരുന്നു. സുമിതേച്ചി ഒരു വലിയ വീട്ടിലേക്ക് മരുമകളാവാൻ പോകുന്നു. അതുമാത്ര ഇപ്പോ എല്ലാവരുടെയും വിഷയം. നന്ദിത മാത്രം ആരുടെയും ചിന്തയിലോ ഓർമ്മയിലോ ഒന്നുമില്ല. മുമ്പൊക്കെ എന്റെ കരിയറിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളാ ഈ കുടുംബം മൊത്തം ഉറ്റുനോക്കിയിരുന്നത്. പക്ഷെ ഇപ്പോ കോടീശ്വരനായ മകന്റെയും കോടീശ്വരിമാരായ മകളുടെയും മരുമകളുടെയും ഒക്കെ ഇടയില് ഞാൻ വെറും 0 ആയിപ്പോയി. ശരിയല്ല അച്ഛാ? എനിക്ക് സുമിതേച്ചി വലിയ ഇഷ്ടം തന്നെയാ. ഒരുപക്ഷെ നിങ്ങളെക്കാളും ഏറെ കൂടുതൽ. എന്റെ ചേച്ചിയെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ പറയാ, ഗിരിധർ റോയല കല്യാണം മുടങ്ങിയതിലെ ഏറ്റവും സന്തോഷിക്കുന്ന ചേച്ചി തന്നെയായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും അതൊരു ഉടമ്പടി കല്യാണമല്ലായിരുന്നു അച്ഛാ. ശ്രീയേട്ടനും സാനിയയ്ക്കും വേണ്ടി ചേച്ചിയുടെ വക ഒരു ത്യാഗം മാത്രമായിരുന്നു അത്. അച്ഛൻ നോക്കിക്കോ, ഞാനൊരു വലിയ മോഡലാവും. എന്നിട്ട് എന്റെയും ചേച്ചിയുടെയും ലൈഫ് അടിപൊളിയാക്കും.
ഒരു സൂപ്പർ മോഡലിന്റെ ചേച്ചി എന്ന് പറയുന്നതേ അത്ര നിസ്സാര കാര്യമൊന്നും ആയിരിക്കില്ല. പിന്നെ ചേച്ചിക്ക് നടക്കാൻ പോകുന്നത് കോംപ്രമൈസ് കല്യാണമൊന്നും ആയിരിക്കില്ല. ചേച്ചിയുടെ ഇഷ്ടത്തിന് ചേച്ചിയുടെ സന്തോഷത്തോടുള്ള കല്യാണമായിരിക്കും. ഒരു പക്ഷേ നീ പറയുന്നതെല്ലാം വാസ്തവം തന്നെ ആയിരിക്കും. ഗിരിധരന് എന്റെ സുമിയുമായി യാതൊരു ചർച്ചയുമില്ലായിരിക്കാം. എങ്കിലും ഈ കല്യാണം നടക്കണമെന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇനി ഒരിക്കൽ കൂടി അവളുടെ കല്യാണം മുടങ്ങിപ്പോയാൽ അത് നിന്റെ ചേച്ചിക്ക് താങ്ങാനാവില്ല മോളെ. പുറമേ ഒന്നും കാണിച്ചില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവൾ തകർന്നു പോകും. എനിക്കറിയായിരുന്നു ഉഷ മാം ഇത് തന്നെയായിരിക്കും പറയുന്നതെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. എൻഗേജ്മെന്റ് ക്യാൻസൽ ആയിട്ടും ഒരു പയ്യൻ വിവാഹമോതിരം പെൺകുട്ടിക്ക് തിരികെ കൊടുത്തില്ലെങ്കിൽ അതിനർത്ഥം അവൻ അവളെ ഇപ്പോഴും ഇഷ്ടമാണെന്ന് തന്നെയാണ്. ഓക്കെ ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. ഉള്ളിൽ കള്ളത്തരം ഉണ്ടെങ്കിൽ മനുഷ്യരുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കാൻ പറ്റില്ല. നോ സർ, എന്റെ ഉള്ളിൽ ഒരു കള്ളത്തരവുമില്ല. ശരി, അങ്ങനെയെങ്കിൽ ഒരു ഒറ്റ ചോദ്യം. അതിനെനിക്ക് സത്യസന്ധമായ ഒരു ഉത്തരവാണ് വേണ്ടത്. ശ്രീനീഷ് എന്റെ അനിയത്തെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ? ഒരുപാട്. അന്ന് നടന്നത് ഇനി റിപ്പീറ്റ് ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റുമോ? അന്ന് നടന്നത് അതൊരിക്കലും നടക്കാൻ പാടില്ലാത്തതായിരുന്നു. And I'm really sorry about that. പക്ഷേ ഞാൻ ശ്രീനീഷിനോട് വിശദീകരണമല്ല ചോദിച്ചത്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് എനിക്കറിയേണ്ടത്. അന്നുണ്ടായ പോലെ ഇനി ഒരിക്കലും ഉണ്ടാവരുത്. ആ ഉറപ്പ് എനിക്ക് തരാൻ പറ്റുമോ ഇല്ലയോ? പറ്റും. ഐ പ്രോമിസ്. ശ്രീനീഷ്, സാനിയ എനിക്ക് അനിയത്തി മാത്രമല്ല, അവള് എനിക്കെന്റെ മോളെ പോലെയാ. അറിയാം സർ. എന്നോട് ആരെന്ത് ചെയ്താലും ഒരുപക്ഷെ ഞാൻ സഹിച്ചെന്ന് വരും. പക്ഷേ എന്റെ സനുവിനെ നോവിച്ചാൽ പൊറുക്കില്ല ഞാൻ. യു ഹാവ് ടു റിമെമ്പർ ദിസ്. എന്റെ സ്വത്താണ് ശ്രീനീഷിനെ ഞാൻ ഏൽപ്പിക്കുന്നത്. ആ ഓർമ്മയോടെ അവളെ ലൈഫ് ടൈം മൊത്തം നോക്കിക്കോണം. സർ അവളെ സ്നേഹിക്കുന്ന അത്രയും തന്നെ ഞാനും അവളെ സ്നേഹിക്കുന്നുണ്ട്. സനു അർഹിക്കുന്ന കെയർ ആൻഡ് കൺസേൺ അവൾക്ക് ഞാൻ തീർച്ചയായും കൊടുക്കും സർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നിശ്ചയിച്ചത് എന്താണോ അത് തന്നെ നടക്കും. പക്ഷേ സാനി എന്നോട് ഇപ്പോഴും ഹൂ സെഡ്? തെറ്റിദ്ധാരണകളും മുൻവിധികളും ഒന്നും വേണ്ട. ഗോ ആൻഡ് മീറ്റ് ഹെർ. സനുവിനെ ചെന്ന് കണ്ട് സംസാരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനമായിട്ട് എല്ലാം പറഞ്ഞു തീർക്ക്. ഞാൻ ശ്രീനീഷിന്റെ വീട്ടുകാരെ ഒന്ന് മീറ്റ് ചെയ്ത് കാര്യങ്ങൾ അവതരിപ്പിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഹായ് സുമി, നിന്റെ എൻഗേജ്മെന്റ് പിന്നെയും മുടങ്ങിയെന്നറിഞ്ഞു. സത്യത്തിൽ അത് കേട്ടപ്പോ എന്തേ സങ്കടം തോന്നിയോ? അല്ല, എനിക്കതിലത്ര സങ്കടപ്പെടാനുള്ള കാര്യം തോന്നിയില്ല. ഒരെണ്ണം കൂടെ മുടങ്ങി, അത്ര തന്നെ. ദുരന്തങ്ങൾ പതിവായ പിന്നെ അതിലൊന്നും തോന്നാതാവും. അതും ഒരു ശീലാവും. എന്തൊക്കെയായാലും ഇത് നല്ലതിനാ സുമി. അല്ല, അങ്ങനെയാണ് ശരിക്കും ആലോചിച്ചപ്പം എനിക്ക് തോന്നിയത്. അങ്ങനെ പറയാൻ കാരണം? സത്യം പറഞ്ഞാ ഇപ്പോഴും നീ മറ്റാരുടെയെങ്കിലും സ്വന്തമാകുന്നത് എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അന്ന് കണ്ടപ്പോ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഞാനും ആരെങ്കിലും കല്യാണം കഴിക്കണം, ഇല്ലെങ്കിൽ ഒറ്റയ്ക്കായി പോവും. അങ്ങനെ സംഭവിച്ചാ കിരണിന്റെ ലൈഫിൽ സന്തോഷം ഉണ്ടാവില്ല എന്നൊക്കെയല്ലേ? അതെ, അന്നങ്ങനൊക്കെ പറഞ്ഞിരുന്നു. ചില സിറ്റുവേഷനുകളിൽ പറയാൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും മനുഷ്യൻ പറഞ്ഞു പോകും. സ്വാർത്ഥത കൊണ്ടോ ഗത്യന്തരമില്ലാഞ്ഞിട്ടൊക്കെയാ. സുമി, എന്റെ ഭാഗത്ത് തന്നെയാ തെറ്റ്. പലപ്പോഴും നിന്നെ കൈവിട്ടത് ഞാൻ തന്നെയാ.
നിന്റെ ഫ്രണ്ടിനെ തന്നെ ഞാൻ കല്യാണം കഴിച്ചു. ഒക്കെ ശരിയാ. മാപ്പർഹിക്കാത്ത തെറ്റാ നിന്നോട് ഞാൻ ചെയ്തതൊക്കെ. അതൊന്നും നിന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ലായിരുന്നു സുമി. അതൊന്നും മനസ്സിലാക്ക്. അന്നത്തെ സാഹചര്യങ്ങള്, ചില കുറവുകള്, അന്നും ഇന്നും നിന്നോട് തോന്നിയ സ്നേഹം എന്റെ മനസ്സിലുണ്ട് സുമി. നീ മറ്റൊരാളുടെ ആകുന്നത് എനിക്ക് അന്നും ഇന്നും സഹിക്കാൻ പറ്റില്ല. ഐ മീൻ ഇറ്റ്. മതി കിരൺ, ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. അല്പം മുമ്പ് നീ എണ്ണി എണ്ണി പറഞ്ഞ ഈ ദ്രോഹങ്ങളൊക്കെ എന്നോട് ചെയ്യുമ്പോഴും എന്റെ മനസ്സ് എത്രമാത്രം നീറിപ്പൊടിഞ്ഞു കാണുമെന്ന് ഒരിക്കൽ പോലും നിങ്ങൾ ചിന്തിച്ചില്ല. അത് സഹിക്കാനും തരണം ചെയ്യാനും ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടെന്ന്, എത്ര കാലം എടുത്തെന്ന് നീ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അതൊക്കെ പോട്ടെ, ഞാൻ ക്ഷമിച്ചു, പുറത്തു. പക്ഷേ ഇപ്പൊ നീ പറഞ്ഞത് പറയാൻ നിനക്ക് യാതൊരു അവകാശമില്ല കിരൺ. നീ ഇത്രയും സ്വാർത്ഥനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇഷ്ടം എന്ന വികാരത്തിന് സ്വാർത്ഥമായ ഒരു വശം കൂടെ ഉണ്ട് സുമി. ഇഷ്ടപ്പെട്ടത് കൈവിട്ട് പോകാതിരിക്കാൻ ആരും നോക്കും. അത് സ്വാർത്ഥതയാണെങ്കിൽ അങ്ങനെ. അന്നത്തെ ചുറ്റുപാടില് എന്റെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി സാമ്പത്തികമായി നിന്നേക്കാൾ നല്ല അവസ്ഥയുള്ള ഒരാളെ എനിക്ക് കല്യാണം കഴിക്കേണ്ടി വന്നു. ആ ബന്ധത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയാതിരിക്കാൻ നല്ലത്. ഞാനും ഐശ്വര്യയും ഒരിക്കലും നിങ്ങളൊക്കെ കരുതുന്ന പോലെ നല്ലതായിട്ടൊരു ജീവിതമല്ല. കിരൺ പ്ലീസ്, ഐശ്വര്യ എന്റെ കൂട്ടുകാരിയാണ്, അവള് നിന്റെ ഭാര്യയാണ്. ഈ രണ്ടു കാര്യങ്ങൾ നീ ഇപ്പൊ മറക്കാൻ പാടില്ലാത്തതാണ്. ഞങ്ങളുടെ ദാമ്പത്യം അത് വെറൊരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ് സുമി. അതാണ് സത്യം. അത് പറയാൻ ഞാനെന്തിനും മടിക്കണം? അതങ്ങനെ പോവും, പോയിക്കോട്ടെ. പക്ഷെ എന്റെ മനസ്സിൽ നിനക്കുള്ള ഇടം, നിനക്കുള്ള സ്പേസ്, അതിപ്പോഴും ഒഴിഞ്ഞു തന്നെ കിടക്കുക. ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് നമ്മള്, ഐ മീൻ നിനക്ക് ഞാനുണ്ടാവും. എന്തിനും ഏതിനും. ഒരു ഭർത്താവില്ലാത്തതിന്റെ കുറവ് സുമി നീ ഒരിക്കലും അറിയില്ല, അറിയിക്കില്ല നിന്നെ ഞാൻ. നിർത്തുന്നുണ്ടോ? നീ പറയുന്ന കേട്ടിട്ടെ എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നുക. നീ എന്നെ ഉപേക്ഷിച്ച് പോയപ്പോ പോലും എനിക്ക് നിന്നോട് ഇത്ര വെറുപ്പ് തോന്നിയിട്ടില്ല. പക്ഷേ നിന്നെ കുറിച്ച് എന്റെ ഉള്ളിലുണ്ടായിരുന്ന വെറും ഒരു സൗഹൃദത്തിന്റെ മതിപ്പ് പോലും ദാ ഇവിടെ, ദാ ഈ നിമിഷം വറ്റി തീർന്നിരിക്കുക. നീ എന്താ എന്നെ കുറിച്ച് കരുതിയത്? കല്യാണ പ്രായം കഴിഞ്ഞതുകൊണ്ടും വരുന്ന ആലോചനകളൊന്നും നടക്കാത്തത് കൊണ്ടും നിന്നെ പോലെ കല്യാണം കഴിഞ്ഞെടുത്തല്ലോ. സുമി പ്ലീസ്, പ്ലീസ്, പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. ഞാൻ ഉദ്ദേശിച്ചത്, നീ ഉദ്ദേശിച്ചത് എന്തൊക്കെയാന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ തമ്മിലുള്ള ബന്ധം കഴിഞ്ഞെങ്കിലും ഫ്രണ്ട്ഷിപ്പ് എങ്കിലും ബാക്കിയുണ്ടായിരുന്നു. എന്നോട് നിനക്കൊരു സഹാനുഭൂതിയുണ്ട്, ഞാൻ സന്തോഷത്തോടെ കഴിയണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ കരുതിയത്. ബട്ട് ഐ വാസ് റോങ്. നീ ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു. സുമിത ആരുമില്ലാതെ ഒറ്റപ്പെട്ടവളാവുമ്പോ എങ്ങനെയാണ് കയ്യിലെടുക്കേണ്ടത്, പിന്നെ ആവശ്യം പോലെ യൂസ് ചെയ്യാം, അതൊക്കെയായിരുന്നു നിന്റെ മനസ്സിൽ. യു ആർ സിക്ക്, റിയലി സിക്ക് ആൻഡ് പത്തറ്റിക്. അല്ല സുമി, നീ കല്യാണം കഴിക്കാതെ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നതിന്റെ കാരണക്കാരൻ ഞാനാണെങ്കിൽ അതിന് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് എനിക്ക് തോന്നിയ അതത്ര വലിയ തെറ്റൊന്നും അല്ല സുമി. നിനക്കൊരു കുടുംബജീവിതവും അതിന്റെ എല്ലാ സന്തോഷവും സുഖവും തരാൻ എനിക്ക് സാധിക്കും. മതി, നിർത്ത്. ഇനി ഒരു അക്ഷരം മിണ്ടി പോരുത്. എന്ത് അവകാശത്തിന്റെ പേരാ നീ എന്നെ കൊണ്ട് എഴുതിയെടുക്കാന്ന് വിചാരിച്ചത്? അതിനാരാ നിനക്ക് അധികാരം തന്നത്? താലി കെട്ടി ഒരു പെണ്ണിനെ വീട്ടിൽ കൊണ്ടിരുത്തിയിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് നാണുണ്ടോ? പ്രോമിസ്, ട്രസ്റ്റ് മീ, ഞാൻ നിന്നെ ഒരിക്കലും കൈയൊഴിഞ്ഞു പോകില്ല സുമി. ഇതിലൊരു തെറ്റുമില്ല, ഇതൊരു പാപമല്ല. സ്റ്റോപ്പ് ഇറ്റ്. എന്നോടുള്ള ബന്ധത്തിലോ നീ ആത്മാർത്ഥത കാണിച്ചില്ല, പോട്ടെ. കുറഞ്ഞ പക്ഷം ആ ഐശ്വര്യോടെങ്കിലും നീതി കാണിക്കും. ഐശ്വര്യോട് ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല. ഒരു ഭാര്യ എന്ന നിലയിൽ അവൾക്ക് കൊടുക്കാനുള്ളതിലൊന്നും ഒരു കുറവ് ഞാൻ വരുത്തിയിട്ടില്ല. പോരെ? നിന്നോട് ചെയ്യേണ്ട ഒരു ശരിയുണ്ട്, ഞാൻ ചെയ്യാതെ പോയൊരു ശരി, അതെനിക്ക് ചെയ്യണം. ഞാൻ കാരണം ലൈഫിൽ ഒറ്റയ്ക്കായപ്പോ നിനക്ക് ഒരു കൂട്ട് തരണം, അതിന്റെ ബാധ്യതയാണ്. നിന്നോട് ഞാൻ കാണിച്ച നീതികേടിന് ഒരു പ്രായശ്ചിത്തം, നീ ഇതിനെ അങ്ങനെ കണ്ടാ മതി. സുമി, ഒന്ന് മനസ്സിലാക്ക്, നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് പഴയതിനെക്കാട്ടി നല്ലതായിട്ട് തുടരാൻ ഇപ്പോഴും തടസ്സമില്ല. പ്ലീസ്, ആ ഗിരിധർ ഇപ്പൊ നിനക്ക് ആരുമല്ല, ഇനി ഒരിക്കലും ഒന്നും ആകുകയില്ല. ആ ചാപ്റ്റർ അവസാനിച്ചു. ഇനി നിന്റെ മുന്നിൽ നിന്റേതായിട്ട് ഞാൻ മാത്രമാണ്. ഗിരിധർ, ഹായ്. ഹായ്. അത്യാവശ്യമായിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. മനസ്സിലായി.
മോതിരം റിട്ടേൺ ചെയ്യാനല്ലേ? ഏയ് അല്ല, ഞാൻ അതിനൊന്നും വന്നതല്ല. സാനിയും ശ്രീനീഷുമായിട്ടുള്ള തർക്കങ്ങള് അവര് പറഞ്ഞു തീർത്തു. അവരുടെ കല്യാണം തീർച്ചയായിട്ടും നടക്കും. ഇനി നമ്മുടെ കാര്യം അപ്പോ എന്റെ അമ്മ സുമിതയുടെ അമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് റിഗാർഡിങ് അവർ പ്രപ്പോസൽ. അല്ല സോറി, നിങ്ങൾ രണ്ടുപേരും എന്തോ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ? ഐ ആം സോ സോറി ദാറ്റ് ഐ ഇന്ററപ്റ്റഡ്. ഇല്ല, ഞങ്ങളിപ്പോ തമ്മിൽ കണ്ടേ ഉള്ളൂ. ഞാൻ സുമിതയുടെ ഫ്രണ്ടാണ്, പേര് കിരൺ. കിരൺ, നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ഇതെന്റെ വുഡ്ബിയാ, മിസ്റ്റർ ഗിരിധർ നമ്പ്യാർ. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ. ഇല്ല, ഇറ്റ്സ് ഓക്കെ. ഞങ്ങളുടെ കാര്യമൊക്കെ എപ്പോഴേ അവസാനിച്ചതാണ് അല്ല കിരൺ? ഓക്കെ. ആക്ച്വലി ഞാൻ സുമിതയുടെ പേരൻസിനെ മീറ്റ് ചെയ്യാനാ വന്നത്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. യെസ്, പറഞ്ഞോളൂ. ഞാൻ എന്താന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? എന്നെ കാണുമ്പോ നിങ്ങൾക്ക് എന്താ തോന്നുന്നു? മനസ്സിലായില്ല. നിങ്ങളുടെ വിരലിന്റെ അറ്റത്ത് കെട്ടിയിട്ടിരിക്കുന്ന പാവയാണോ ഞാൻ? നിങ്ങൾക്ക് തോന്നുമ്പോ തോന്നുന്ന പോലെ ഇട്ട് കളിപ്പിക്കാൻ പാകത്തിന്. സുമിത പ്ലീസ്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. ഇതാ നിങ്ങളുടെ കുഴപ്പം. നിങ്ങളൊന്നും പറയാറില്ല, പ്രവർത്തിക്കാറേ ഉള്ളൂ. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾ അങ്ങ് ചെയ്യും. കല്യാണം കഴിക്കണം തോന്നിയാ കഴിക്കും, കല്യാണം കഴിക്കണ്ടെന്ന് തോന്നിയാ കഴിക്കണ്ട. നിങ്ങളുടെ തോന്നലുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോ എന്റെ അവസ്ഥ എന്താന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ചിന്തയുണ്ടോ നിങ്ങൾക്ക്? എന്റെ കാര്യം പോട്ടെ, എന്റെ വീട്ടുകാരുടെയോ? എന്റെ പാവ അച്ഛനും അമ്മയും അവര് നിങ്ങളുടെ ഈ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന തീരുമാനങ്ങൾക്കൊപ്പം തുള്ളേണ്ടി വരുന്നു. എനിക്ക് വേണ്ടി ആ പാവങ്ങൾ നിങ്ങളെ സഹിക്കുന്നത്. എന്തൊരു വിധിയത്! സുമിത കരയല്ലേ, കരയല്ലേ പ്ലീസ്. സുമിതേ പ്ലീസ്, സീരിയസ്ലി ഐ കാൻ ഹാൻഡിൽ ദിസ്. സനുമോളുടെ സന്തോഷത്തിന്റെ കാര്യമാകുമ്പോ മറ്റെല്ലാ കാര്യങ്ങളും ഞാൻ മറക്കും. സുമിത ഇപ്പൊ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഞാൻ ചിന്തിച്ചതേയില്ല. സോറി സോറി, ഐ എം റിയലി സോറി. പ്ലീസ് ദയവ് ചെയ്ത് ഇങ്ങനെ കരയല്ലേ. ഞാനൊരു കാര്യം ചെയ്യാം, വീട്ടുകാരോട് ഇപ്പൊ ഈ നിമിഷം തന്നെ ഞാൻ പോയി സംസാരിക്കാം. ഐ വിൽ ക്ലിയർ എവരിതിങ്. വേണ്ട, സാരമില്ല, അത് വിട്ടേക്ക്. അവരോട് ഞാൻ പറഞ്ഞു, അത് ഞാൻ മാനേജ് ചെയ്തോളാം. അല്ല, അത് ഞാൻ ചെയ്യേണ്ടതാണല്ലോ അല്ലേ? ലിഫ്റ്റ് ഓക്കെ അല്ല. നോ പ്രോബ്ലം, സ്റ്റെപ്പ് കയറി തന്നെ പോയിക്കോളാം. ഞങ്ങളുടെ ഫ്ലാറ്റ് വരെ 64 സ്റ്റെപ്സ് ഉണ്ട്, താങ്ങോ? ഇറ്റ്സ് ഓക്കെ, എന്റെ വീട്ടുകാരോട് ഞാൻ പറഞ്ഞോളാം. താങ്ക് യു ആൻഡ് ഐ എം സോറി. ഓക്കെ, സീ യു. എന്റെ സുമി, ഗിരിധരും നീയും തമ്മിൽ ഉണ്ടാകുന്ന ഈ ആക്സിഡന്റ് ആയിട്ടുള്ള കൂടിക്കാഴ്ചകളൊക്കെ നീ അങ്ങനെ വേണം കാണാൻ. പിന്നെ തിരിച്ചു കൊടുക്കാൻ ശ്രമിച്ചിട്ടും ആ മോതിരം വീണ്ടും നിന്റെ കയ്യിൽ തിരികെ വന്നത് എന്തുകൊണ്ടാ? മാസം കഴിയുമ്പോ എന്റെ ഫിഗറൊക്കെ പോയി കിട്ടും. ഗർഭിണിയായി വയറും വെച്ച് ഞാൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? ശ്രീനോട് പറയാം, അതാ നല്ലത്. ശ്രീനിഷിനോട് നീ ഒന്നും പറയണ്ട. പറയാതെ പിന്നെ ഈ വയറും കൊണ്ട് ഞാൻ എങ്ങനെ നടക്കും? എപ്പോഴായാലും പറയണ്ടേ? ഇപ്പോഴല്ല, കുറെ കഴിഞ്ഞാണ് പറയുന്നതെങ്കിൽ അവൻ വേറെ വല്ലതും വിചാരിക്കും.